ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ന്യൂ ഇയർ ആയിട്ട് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഞാൻ കൊടുക്കാൻ വിചാരിച്ചത് ഒരു കസ്റ്റമൈസ് ചെയ്ത പിക്കാണ്. അപ്പം അത് ന്യൂ ഇയർ ഫ്രണ്ടിന് മാത്രമല്ല, അത് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കാനാണ് പോകുന്നത്. സോ ഞാൻ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലുള്ള ഇവിടുത്തെ ചേട്ടനെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രെയിമൊക്കെ മേക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുമ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് നമ്മുടെ കുറച്ച് ക്രിയേറ്റിവിറ്റി എന്നല്ല, നമ്മൾ കുറച്ച് എന്തെങ്കിലും വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് നമുക്ക് തോന്നി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. അതിനുവേണ്ടി ചെയ്തതാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ഇവിടെ ചെന്നൈയിലെ സ്റ്റുഡിയോയുടെ പേരെന്ന് പറയുന്നില്ല, ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്, 2 ഫോട്ടോ ചേട്ടനെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എൻ്റെ ന്യൂ ഇയർ ഫ്രണ്ട് മായ ചേച്ചിയാണ്. മായ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇത് റെഡിയാക്കിയതാണ്. അപ്പം നന്നായിട്ടുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും ഓരോ പിക്ചേഴ്സ് എല്ലാവർക്കും കൊടുത്താൽ നന്നായിരിക്കുന്ന ജീവേട്ടനും കൂടെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണാം. ചേട്ടൻ ഫ്രെയിം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ പ്രിന്റിന് കൊടുത്തിട്ടുണ്ട് ഫോട്ടോസ്, 2 ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മായ ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് ഒരെണ്ണം, പിന്നെ നമ്മുടെ എല്ലാ ഗ്യാങ്ങുകളും എല്ലാവരും ചേർത്തിട്ട് ഒരു പിക്ചേഴ്സും കൂടെ. ഞാനവിടെ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ആ ചേട്ടനടുത്ത് എന്നെ ചോദിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാം. ചേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ചേട്ടൻ ആ ഫ്രെയിമൊക്കെ ഇവിടെ ഇങ്ങനെ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു പീസ് ഉണ്ട്, അതെടുത്ത് ഫ്രെയിമായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് നമുക്ക് സംഭവം ചെയ്തു തരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മേക്കിംഗ് വീഡിയോ വേറെ കൊണ്ടല്ലേ ഇപ്പം ചെയ്തത്. കുറച്ച് ഒരു ഇത് കാര്യം ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. ഉണ്ടാവും, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാണ്. ഭാഗത്ത് പുള്ളിക്കാരനെ ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ചും കാണിച്ചു പോകാം. അത് ഫുള്ള് കട്ട് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കട്ട് ചെയ്ത് ഞാൻ ഫ്രെയിമൊക്കെ മേക്ക് ചെയ്തിട്ട് എത്ര ഫോട്ടോ വെക്കണം. എന്നെ വിട്ടിട്ട് സച്ചുവും നവീനും ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയേക്കോ അവരുടെ ന്യൂ ഇയർ ഫ്രണ്ടിന്. ബാലൻസ് എല്ലാവരും ഗിഫ്റ്റ്സ് വാങ്ങിച്ചു, നമ്മളാണ് വാങ്ങിക്കാനുള്ളത്. നമ്മുടെ ഫോട്ടോ പ്രിന്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്തത് അത് കാണിക്കാം. നമ്മുടെ ഫ്രണ്ട് കേട്ടോ, ബാംഗ്ലൂർ ഫാമിലിയുടെ എല്ലാവരും കൂടെ ഉള്ള ഒരു ഇതാണ് നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ പ്രിന്റ് റെഡി ആയി സ്റ്റുഡിയോ കേട്ടോ. അപ്പം കുറേ പിക്സൊക്കെ ഉണ്ട്, കുറേ കസ്റ്റമൈസ്ഡ് ആയിട്ട് കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം സുദർശൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റുഡിയോ കിട്ടിയത്. ഇതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ട്രൈ ചെയ്തോളൂ. ചെല്ലം ഫോട്ടോ ലാബ് സ്റ്റുഡിയോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഇവിടുത്തെ സർവീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിരുന്നില്ല, മഴയായിട്ട് വരുന്ന വഴിക്ക് ഗിഫ്റ്റ് മറന്നു വെച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് തപ്പിപ്പിടിച്ച് പ്രിന്റ് എടുക്കുന്നത്. ഓൾറെഡി ഞാൻ ഒരു സാധനം പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വീട്ടിൽ വെച്ച് മറന്നു വെച്ചു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ അവിടെ നിന്ന് പ്രിൻ്റൊക്കെ എടുത്തു. അവിടെ റിലേറ്റീവ്ലി കോസ്റ്റ് കുറവായിരുന്നു, കാര്യം ഞാൻ ഓൾറെഡി ഫ്രെയിം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഫോട്ടോ പ്രിന്റ് എടുത്ത് കയറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വരുന്ന തിരക്കിനകത്ത് അത് മറന്നു. എന്തായാലും നന്നായി. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല, ഇപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാൻ മറന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ പോയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ചെയ്തു തരുന്നുണ്ട്, കുറേ നല്ല രീതിക്ക് ഓഫറൊക്കെ തന്നിട്ടുണ്ട്. റീസണബിൾ പ്രൈസ് ആണെന്ന് എനിക്ക് തോന്നി. അത് നമുക്ക് നോക്കാം ഫ്രെയിം എങ്ങനെയുള്ളത്. സ്റ്റില്ല് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ കുറേ എണ്ണം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കട്ട് ചെയ്തത് ആ സാധനങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി അത് ടേപ്പ് ചെയ്യായിരിക്കും. ഞാൻ അവിടെ ചോദിച്ചിട്ട് അതും കൂടെ വീഡിയോ എടുക്കാം. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രെയിം പെർഫെക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് ഇനി അത് മിക്കവാറും സ്റ്റാപ്പിൾ ചെയ്യായിരിക്കും. ചേട്ടൻ താഴെ ഈ സാധനമുണ്ട്, അത് ഈ ചവിട്ടിയപ്പം സ്റ്റാപ്പിൾ സെറ്റായി. ഇനി അതുപോലെ ഫുൾ ഫ്രെയിംസ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഫുൾ ഫ്രെയിം ചെയ്യുന്നത് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് അവസാനം കാണിക്കും. 2 കൂടെ ആയി. ഒരു ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രെയിമിനകത്തോട്ട് കാർഡ്ബോർഡ് വെക്കും. ഇവിടെ ഇതിനകത്തോട്ട് കാർഡ്ബോർഡ് വെക്കും. കാർഡ്ബോർഡ് വെച്ചിട്ട് ഫോട്ടോവും വെച്ചിട്ട് ഗ്ലാസ് ഉണ്ടാവും, ഗ്ലാസും കൂടെ വെച്ചിട്ടായിരിക്കും നമുക്ക് തരുന്നത്. സാധനം ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇപ്പോൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താ പറയുക, ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ചേട്ടനാണ് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരെന്താ അത് ചവിട്ടിയിട്ട് അത് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഫിക്സ് ചെയ്ത സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനി കാർഡ്ബോർഡ് വെക്കും, എന്നിട്ട് അതിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ ഫോട്ടോ കയറ്റി വയ്ക്കുക. ഇപ്പോൾ ജസ്റ്റ് ആ ബോക്സ് മാത്രം ക്രിയേറ്റ് ചെയ്തത് ഞാൻ അതിൻ്റെ താഴോട്ട് കാർഡ്ബോർഡും കൂടെ വയ്ക്കും. സ്റ്റുഡിയോ ഉള്ള കറക്റ്റ് ഈ സത്യഭാമയുടെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കറക്റ്റതാണ്. സത്യഭാമ കോളേജ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്റ്റുഡിയോ ഉള്ളത്. രാവിലെ വന്ന് ഞാൻ ബസ് ഇറങ്ങിയത്
എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ അവിടെയാണ് സത്യഭാമയുടെ ഫ്രണ്ടിലായിരുന്നു ഞാനിവിടെ വന്നത് ബസ് ഇറങ്ങിയത്. ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് ഫ്രണ്ട് മായ ചേച്ചിയാണ്. അപ്പോൾ മായ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് അത്. അതും ഫോട്ടോ ഫ്രെയിം തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ആദ്യം ഞാൻ എഡിറ്റ് ചെയ്തതായിരുന്നു. അതിനകത്ത് പിന്നെ നമ്മൾ ആൾക്കാരെ ആഡ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തത്. ഒപ്പം തന്നെ ഫോട്ടോസും എല്ലാവർക്കുള്ള ഫോട്ടോസും റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഫ്രെയിം സെറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് എനിക്ക് കയറ്റാം. മായ ചേച്ചിക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഞാൻ ചെയ്ത ഫ്രെയിമാണ്. അപ്പോൾ ഫ്രെയിം വ്യത്യാസം മനസ്സിലായില്ല. ഇതിന്റെ ഫ്രണ്ടിനുള്ളതും അത് എല്ലാവർക്കും ഉള്ളതാണ്. അത് ചെയ്താകുമ്പോൾ ഇത് മാത്രമല്ല മായ ചേച്ചിക്ക് അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കളർ വെച്ചിട്ട് വൈറ്റ് കളറിൽ എന്തോ കട്ട് ചെയ്യുന്നുണ്ട്. എന്താ സാധനം അറിയില്ല. അതിൽ നിന്നൊരു സ്റ്റിക്കർ പോലത്തെ സാധനം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ഇത് ഒട്ടിക്കാനോ തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഗ്ലാസ് ഇടുകയല്ല ചെയ്യുന്നതിനകത്ത് ഈ സ്റ്റിക്കർ മുകളിലോട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ട് ആ സാധനത്തിനകത്ത് ഇട്ടിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ ഒരു സാധനം കേട് വരാതിരിക്കും. ഇത് ഗ്ലാസ്സിന് ബദലാവാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടില്ല, ആ ചേട്ടൻ പറഞ്ഞത് ആ ഒരു പേപ്പർ ഉണ്ടായിരുന്നില്ല, പേപ്പർ വെച്ചിട്ട് ഇത് ചെയ്താണ്. അപ്പൊ ഗ്ലാസ്സിന് പകരം ഈ സാധനം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഫോട്ടോ കേട് വരത്തില്ല, ചെറിയൊരു ഗ്ലിറ്ററിങ്ങും വരുന്നുണ്ട് താഴെ, കണ്ടില്ലേ? അപ്പം നന്നായിട്ടുണ്ട്, കൊള്ളാൻ തോന്നുന്നുണ്ട്. ഇതാ ഗ്ലിറ്ററിങ് ഉണ്ട്. മാത്രമല്ല ഇത് ഇതിന് വേണ്ടിയിട്ടുള്ളത് ഇത്ര നേരം വൈറ്റ് കളർ കട്ട് ചെയ്തുകൊണ്ടിരുന്നില്ല, ആ കട്ട് ചെയ്യുന്ന സാധനം ഇതാണ്. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സ്റ്റിക്കർ എടുത്ത് ചെറുതായിട്ട് ഒട്ടിച്ചിട്ട് അവിടെ ഒരു റോളിംഗ് മെഷീൻ ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ കയറ്റിയിട്ടു. അപ്പൊ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സംഭവം ചെയ്യാൻ കേട്ടോ. ആ ബോക്സ് ഒക്കെ എടുത്ത് വെച്ചു, ഫ്രെയിം സെറ്റ് ചെയ്തു. ഫ്രെയിമിന്റെ ബാക്കിൽ വെക്കാനുള്ള ആ ബോക്സ്, ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതിൽ ഗ്ലിറ്ററിങ് പേപ്പറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ഗ്ലിറ്ററിങ് ഫീൽ ചെയ്യുന്നില്ല. കുറെ കൊടുക്കാനുള്ള മൊത്തം സെറ്റാണ്. ഇനി നമ്മളത് ഫ്രെയിം ചെയ്ത് തീർക്കാൻ പോകണം. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഗ്ലൂ ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് എല്ലാത്തിലോട്ടും ഗ്ലൂ ആഡ് ചെയ്യുന്നുണ്ട്. കാർബൺ ബോക്സിലെല്ലാം മറ്റേ ബോക്സിനകത്ത് ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. നമ്മൾ കുറച്ചു മുമ്പ് റെഡിയാക്കിയ സാധനം എല്ലാം ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രെയിംസ് എല്ലാം റെഡിയാണ്. ചേട്ടൻ്റെ സൈഡിലുള്ള എക്സ്ട്രാ പോർഷൻസ് ഒക്കെ ചേട്ടനപ്പോൾ കട്ട് ചെയ്തിട്ട് സംഭവം എക്സാക്ട് ഷേപ്പിലോട്ട് മാറ്റാൻ. ഇപ്പം ആ സംഭവം ഇങ്ങനെയുണ്ട്. സൈഡൊക്കെ എഡ്ജൊക്കെ നല്ല രീതിക്ക് കട്ട് ചെയ്തിട്ട് ആ ചേട്ടൻ നമ്മുടെ ഇതിലിപ്പോൾ തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ആ ഫ്രെയിം ആദ്യം ഉണ്ടാക്കി വെച്ച ഫ്രെയിം ഇത് ഈ സാധനം ആ ഫ്രെയിമിനകത്ത് കയറ്റിയിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് ബാക്കിൽ നമ്മുടെ സാധനം ബുക്ക് ചെയ്യാനുള്ള സാധനം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം റെഡി. ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ചൊന്ന് കാണിച്ച പോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനിയാണ് നമ്മളെ ഫ്രെയിം ഇടുന്ന പരിപാടി. ഫ്രെയിം താണ്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ. ഫസ്റ്റ് സാധനം നമ്മൾ തന്നെ ചേച്ചി കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അത് താണ്ട ആള് ഫ്രെയിം സെറ്റ് ചെയ്യുന്നുണ്ട്. പ്രസ് ചെയ്തിട്ട് ഇതിന് ബാക്കിൽ സ്റ്റാപ്പിൾ ചെയ്യുന്നതായിരിക്കും തോന്നുന്നത്. സാധനം എടുക്കുന്നത് അതന്നെ സ്റ്റാപ്പിൾ തന്നെയാണ്. ഇത് ബാക്കിൽ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് സ്റ്റാപ്പിൾ ചെയ്യുന്നുണ്ട്. സ്റ്റാപ്പിൾ ചെയ്തിട്ട് മിക്കവാറും ഇതിലോട്ട് മറ്റേ ഹുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുമായിരിക്കും. ഇതാണ് നമ്മൾ എന്താ പറയുക ചേച്ചി കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഈ സാധനം ഇതാണ് എൻ്റെ സീക്രട്ട് സാൻഡേ ആയ എന്താ പറയുക മായ ചേച്ചി കൊടുക്കാനായിട്ട് വെച്ചേക്കുന്ന സാധനം. ഇനിയിപ്പോൾ ബാക്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഹുക്കും കൂടെ ആഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് എന്തായിട്ട് എവരിത്തിങ് ഇസ് ഫൈൻ. ഇതുപോലെ അടുത്ത സാധനം സെറ്റ് റെഡി ആവുന്നുണ്ട്. അതിൻ്റെ കാര്യം കൂടെ നമുക്ക് കാണാം. ഇത് നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അതും ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതുപോലത്തെ ഫ്രെയിമാണ് ഒരു 8 എണ്ണം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും അടിപൊളിയാണ്. ഇത് ബ്ലാക്ക് ഫ്രെയിം സൂപ്പർ. ബ്ലാക്ക് കളർ ടേപ്പ് ഇട്ടിട്ട് ഫുള്ളായിട്ട് ആ സൈഡിൽ ആ ടേപ്പ് ചെയ്ത സാധനത്തിൻ്റെ മുകളിൽ കൂടെ ടേപ്പല്ല എന്തായിരുന്നു സ്റ്റാപ്പിൾ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ അത് അറിയാതിരിക്കുന്ന പോലെ നൈസായിട്ട് സ്റ്റിക്ക് ചെയ്യും. ഇനിയാണ് ഈ സാധനം വെക്കാൻ പോകുന്നത്. സ്ക്രൂ ഒക്കെ എടുത്ത് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. സാധനം കിട്ടിയിട്ടാണ് ബാക്കിയുള്ള സാധനമൊക്കെ വെച്ചിട്ട് മറ്റേ
ചെയ്യാനുള്ള സാധനം എല്ലാം വെച്ചിട്ട് ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് തന്നു. അപ്പോൾ നമ്മുടെ സംഭവം കിട്ടി. ഇപ്പൊ ഫ്രണ്ട്സ് ഇത്ര നേരം നമ്മൾ വന്നിട്ട് സംഭവം ഫുള്ള് സെറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 1 മണിക്കൂറായി. പക്ഷെ പുള്ളിക്കാരൻ അട്ടി ഗിഫ്റ്റ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് സംഭവം കിട്ടി, കയ്യിലെടുത്തോണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ നവീനും സച്ചുവും നമ്മുടെ സിനിമാ നടിയും കൂടെ പുറത്തു പോയേക്കാണ്, ശീതൽ. അപ്പോൾ അവര് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം പോവാൻ. അവരൊന്ന് വിളിക്കണം ഇനി, എന്നിട്ട് അവിടെ പോവാൻ. ഇനി റിസോർട്ടിലോട്ട് പോകും. ഇതാണ് ഇനിയുള്ള പരിപാടി. ഇവിടെ ഒരാള് സോ ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾ ഇവിടെ ഉണ്ട് സിനിമാ നടി. അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങിച്ചിട്ട് പോവാണ്. സോ പ്രോബ്ലി ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഇനി സീക്രട്ട് സാൻഡയും സീക്രട്ട് ചൈൽഡും, എൻ്റെ സീക്രട്ട് ചൈൽഡ് ആരാണ്, എൻ്റെ സീക്രട്ട് സാൻഡ ആരാണ്, ഇതൊക്കെ ഫണ്ണായിട്ട് നമ്മൾ ഒരു രാത്രി 12 മണിക്കല്ലേ, രാത്രി 12 മണിക്കായിരിക്കും അത് റിവീൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. കാര്യം രണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സത്യമായിട്ട് നിങ്ങൾ ആരും കാണില്ല. അതുകൊണ്ട് സത്യമായിട്ടും 5 മിനിറ്റ് വീഡിയോ ഇട്ടാലേ ആൾക്കാരോടെ കാണാനില്ല. അപ്പോൾ 10-30 മിനിറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർ തട്ടിയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ തട്ടിയേക്കാം. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ ബൈ.